ഹലോ ഫ്രണ്ട്സ്, UPSC ക്വിസ് ടെലഗ്രാം ചാനലിൽ നടന്ന പ്രിലിംസ് ടെസ്റ്റ് സീരീസ് മോഡേൺ ഇന്ത്യ പാർട്ട് 2 ആൻസേഴ്സിൻ്റെ ഡിസ്കഷനാണ് ഈ വീഡിയോ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ആഫ്റ്റർ 1857 ബ്രിട്ടീഷ് ഡിവൈഡഡ് ദ ഹിന്ദു കമ്മ്യൂണിറ്റി ഓൺ എ റിജിഡ് കാസ്റ്റ് സിസ്റ്റം. ഫസ്റ്റ് ഓൾ ഇന്ത്യ സെൻസസ് വാസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഇൻ്റർ കണക്റ്റഡ് ആണ്. 1857 മുന്നേ തന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെത്തഡോളജി എന്ന് പറയുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ ആണ്. ഇവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്, നമുക്കൊന്ന് നോക്കി വരാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടേണിംഗ് പോയിന്റ് ആണ്. തുടക്കത്തിൽ ശിപ്പായി ലഹളയായി മാത്രം കണ്ട ഈ പോരാട്ടം അവസാനത്തിലെത്തിയപ്പോൾ ഇന്ത്യക്കാർ അവരുടെ ഭരണാധികാരിയായി മുഗൾ സുൽത്താനെ തിരഞ്ഞെടുത്തത് ബ്രിട്ടീഷുകാർക്ക് വൻ തിരിച്ചടിയായിരുന്നു. അതുമാത്രമല്ല, എൻ്റെ റിവോൾട്ടിലും അത് ജനങ്ങൾക്കിടയിലാവട്ടെ, സോൾജേഴ്സിൻ്റെ ഇടയിലാവട്ടെ, ലീഡേഴ്സിൻ്റെ ഇടയിലാവട്ടെ, ഒരു കംപ്ലീറ്റ് കോപ്പറേഷൻ ഓഫ് ഹിന്ദു മുസ്ലിം കമ്മ്യൂണിറ്റി, അതുപോലെ അവരുടെ പരസ്പര ബഹുമാനം, ഇതൊക്കെ ബ്രിട്ടീഷുകാർ ശ്രദ്ധിച്ചിരുന്നു. ഈ യൂണിറ്റി കണ്ടിന്യൂ ചെയ്താൽ ഇന്ത്യ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുമെന്നും അവർ കണക്കാക്കി. അതുപോലെ തന്നെ വളർന്നു വന്ന ഹിന്ദു മിഡിൽ ക്ലാസ് ഇൻ്റലിജൻഷ്യ, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ വളർന്നു വന്ന പല സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലുമുള്ള ഹിന്ദു പ്രസൻസ്, ഇതൊക്കെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഒരു ഡിവൈഡ് കൊണ്ടുവരണം എന്ന തീരുമാനത്തിലേക്ക് അവരെ നയിച്ചു. തുടർന്ന് അവർ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയെ കാറ്റഗറൈസ് ചെയ്യാൻ വർണ്ണ സിസ്റ്റം ബേസ് ചെയ്തു. അങ്ങനെ നോക്കിയപ്പോഴാണ് വർണ്ണ സിസ്റ്റത്തേക്കാൾ പലതരം കാസ്റ്റുകളും സബ് കാസ്റ്റുകളും ചേർന്ന ഒരു വലിയ ഡൈവേഴ്സിറ്റിയാണ് നമ്മുടെ സൊസൈറ്റി എന്ന് അവർ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡൈവേഴ്സിറ്റിയുടെ ആഴം മനസ്സിലാക്കാനും പ്രോപ്പർ കാറ്റഗറൈസേഷന് വേണ്ടിയിട്ടും ഒരു ഓൾ ഇന്ത്യ സെൻസസ് നടപ്പിലാക്കണമെന്ന് അവർ വിചാരിച്ചു. ആ ഒരു കാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ടാക്സിനും റവന്യൂ സിസ്റ്റത്തിനുമൊക്കെ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ചെറിയ ചെറിയ സെൻസസുകളൊക്കെ നടന്നിരുന്നു. എങ്കിലും 1871 ഒരു ജനറൽ സെൻസസ് രാജ്യത്തൊട്ടാകെ നടത്താൻ തീരുമാനിച്ചു. ആ സെൻസസിൽ നെയിം, ഏജ്, റിലിജിയൻ, കാസ്റ്റ്, ക്ലാസ്, റേസ്, എബിലിറ്റി ടു റീഡ് ആൻഡ് റൈറ്റ്, അതുപോലെ സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ടുണ്ടോ, ഒക്യുപ്പേഷൻ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇൻ എഫക്റ്റ് ഇങ്ങനെയുള്ള തരംതിരിക്കൽ കൊണ്ട് വളർന്നു വരുന്ന ഒരു ദേശീയ ബോധത്തെ ഇല്ലാതാക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. സോ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ആൻസർ ഈസ് ഓപ്ഷൻ സി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ സോഷ്യോ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ഇൻ എ ക്രൊണോളജിക്കൽ ഓർഡർ. ഇവിടെ 4 സോഷ്യോ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ്റെ പേര് തന്നിട്ടുണ്ട്. ഓക്കെ, ഓർക്കുക, ഇന്ത്യയിൽ ആദ്യം ഉണ്ടായത് സോഷ്യൽ റീഫോംസ് ആണ്. അതിനുശേഷമാണ് ഏതൊരു തരത്തിലുള്ള പൊളിറ്റിക്കൽ റീഫോംസും ഉണ്ടായത്. ഈ തന്നിരിക്കുന്നതൊക്കെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ആയിരുന്നെങ്കിലും ഇവയുടെ എല്ലാം തുടക്കം സോഷ്യൽ റീഫോംസ് കൊണ്ടുവന്നുകൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവയെ സോഷ്യോ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഓരോന്നിൻ്റെയും ഒരു ടൈം പീരീഡ് നോക്കാം. ഫസ്റ്റ് വൺ, പൂന സാർവജനിക് സഭ 1870 മഹാദേവ് ഗോവിന്ദ റാനഡെ, MG റാനഡെയാണ് ഇത് സ്ഥാപിച്ചത്. രണ്ടാമത്തത് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ 1876 സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ് മോഹൻ ബോസും ചേർന്നിട്ട് കൽക്കട്ടയിലായിരുന്നു ഇത് സ്ഥാപിച്ചത്. 1884 വീരരാഘവാചാര്യയും നമ്മുടെ ഹിന്ദു പത്രത്തിൻ്റെ സ്ഥാപകനായ സുബ്രഹ്മണ്യ അയ്യരും ചേർന്നാണ് മദ്രാസ് മഹാജൻ സഭ സ്ഥാപിച്ചത്. ആൻഡ് ലാസ്റ്റ് ഇസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമുക്കതിൻ്റെ ടൈം പീരീഡ് അറിയാം. 1885 ഡിസംബർ 28. സോ ഇതിൻ്റെ ഒരു ഓർഡർ 1, 2, 3, 4 കറക്റ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. ആൻസർ ഇസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഷിംല ഡെപ്യൂട്ടേഷൻ ഇസ് അസോസിയേറ്റഡ് വിത്ത്. ആൻസർ ഇസ് ഓപ്ഷൻ ബി, ലോർഡ് മിൻറ്റോ. നമുക്ക് എന്താണ് ഷിംല ഡെപ്യൂട്ടേഷൻ എന്ന് നോക്കാം. അതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ 1892 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് മുസ്ലിംസിൻ്റെ താല്പര്യങ്ങളെ അധികം പരിഗണിച്ചിരുന്നില്ല. സെൻട്രൽ പ്രൊവിൻഷ്യൽ അസംബ്ലികളിലേക്ക് പ്രതിനിധികളെ അയക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ മുസ്ലിങ്ങളുടെ ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിൽ ഈ ആക്ട് പരാജയമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഭാവിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്കിൽ മുസ്ലിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിർദ്ദിഷ്ട കൗൺസിൽ രൂപീകരിക്കണമെന്ന ആവശ്യം മുസ്ലിം നേതാക്കന്മാർക്കിടയിൽ വന്നു. ഈ ലക്ഷ്യത്തോടെ വരാനിരിക്കുന്ന ഭരണഘടനാ പരിഷ്കരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി നേതാക്കൾ വൈസ്രോയി ലോർഡ് മിൻറ്റോയുമായി ഷിംലയിൽ ഒരു കൂടിക്കാഴ്ച നടത്തി. ഇതാണ് ഷിംല ഡെപ്യൂട്ടേഷൻ. ഇൻ റെസ്പോൺസ് ടു ദിസ്, ലോർഡ് മിൻറ്റോ അദ്ദേഹത്തിൻ്റെ ഇൻഡയറക്റ്റ് സപ്പോർട്ട് എക്സ്പെഷ്യലി ഫോർ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ മുസ്ലിം അതിനുവേണ്ടി എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തു. ഇത് ഡെപ്യൂട്ടേഷൻ്റെ ഒരു വിജയമായി തന്നെ നമുക്ക് കണക്കാക്കാം. ആൻഡ് ഇവൻച്വലി 1909 മോർലി മിൻറ്റോ റീഫോംസിലൂടെ ഇന്ത്യയിൽ മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊണ്ടുവരികയും ചെയ്തു. സോ ഇവിടെ ആൻസർ ഞാൻ ഓൾറെഡി പറഞ്ഞു. ആൻസർ ഇസ് ഓപ്ഷൻ ബി, ലോർഡ് മിൻറ്റോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻഡിഗോ കൾട്ടിവേഷൻ സ്റ്റാർട്ടഡ് ഇൻ ബംഗാൾ ഇൻ 1777.
സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 1777 ബംഗാളിൽ ഇൻഡിഗോ കൾട്ടിവേഷൻ ആരംഭിച്ചത് ഒരു ഫ്രഞ്ച് പേഴ്സൺ ആണ്. ആൻഡ് ഹിസ് നെയിം ഈസ് ലൂയി ബെർണാഡ്. ലോകത്ത് വർദ്ധിച്ചു വരുന്ന ഇൻഡിഗോയുടെ ഡിമാൻഡും യൂറോപ്പിലെ ബ്ലൂ ഡൈയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയും ഇൻഡിഗോ പ്ലാന്റേഷൻസിൽ യൂറോപ്യൻസിനുണ്ടായിരുന്ന മോണോപ്പൊളിയും ഇന്ത്യയിൽ ഫാമേഴ്സിനെ കൂടുതൽ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യിക്കുവാൻ കമ്പനി നിർബന്ധിക്കാൻ കാരണമായി. അതിനായി ധാരാളം ലോൺ കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള സപ്പോർട്ട് ഗവൺമെൻറ് പ്ലാന്റേഴ്സിന് നൽകി. ലൈക്ക് ദേ എൻജോയ്ഡ് മെനി പ്രിവിലേജസ് ആൻഡ് ജുഡീഷ്യൽ ഇമ്മ്യൂണിറ്റീസ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. തുടക്കത്തിൽ അടിച്ചമർത്തലുകൾ നേരിട്ടെങ്കിലും പ്രസ്, ബംഗാളി ഇൻ്റലിജൻഷ്യ, മുസ്ലിംസ്, മിഷണറീസ് എന്നിവരുടെ സപ്പോർട്ടും ദീൻബന്ധു മിത്രയുടെ നീൽ ദർപ്പൺ എന്ന നാടകം റൂറൽ പോപ്പുലേഷൻസിലുണ്ടാക്കിയ ഇൻഫ്ലുവൻസും സമേന്ദർമാരുടെ സപ്പോർട്ടും ഈ റെവല്യൂട്ടിനെ സക്സസ് ആക്കി. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഈ ഒരു സക്സസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു 1860 ഇൻഡിഗോ കമ്മീഷൻ. എല്ലാം ശരിയാണ്. ആൻസർ ഈസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ സ്വദേശി മൂവ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഒരു കാലഘട്ടം എബൌട്ട് 1905 to 1911 വരെ ആയിരുന്നു. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ദിസ് വാസ് എ കോംപ്രഹെൻസീവ് മൂവ്മെൻറ്റ് ദാറ്റ് ലാസ്റ്റഡ് ഫോർ 6 years. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ ഓൾദോ ദിസ് വാസ് റിഗാർഡഡ് ആസ് എ കൾച്ചറൽ മൂവ്മെൻറ്റ് celebrating the rich harvest history and rich tradition like folk music, painting, culture of Bengal. ഇതൊക്കെയായിരുന്നു ആദ്യം ഹൈലൈറ്റ് ചെയ്തത്. ബട്ട് വെരി സൂൺ ഇറ്റ് ഗോട്ട് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദ അപ്രൈസിംഗ് ദാറ്റ് ഫോളോഡ് ആഫ്റ്റർ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ലാലാ ലജ്പത് റായ് എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. ലാലാ ലജ്പത് റായ് അല്ല, തിലകായിരുന്നു ഈ മൂവ്മെൻറ്റിനെ ബഹിഷ്കർ യോഗ എന്ന് വിളിച്ചത്. ആൻഡ് ബാക്കിയെല്ലാം ശരിയാണ്. ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരേ ഓപ്ഷൻ ബി ആണ്. സോ ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ ബി 1, 2, 4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഹു എമംഗ് ദ ഫോളോയിങ് വാസ് എ പ്രൊപ്പോണന്റ് ഓഫ് ഫാബിയാനിസം ആസ് എ മൂവ്മെന്റ്. ആൻസർ പറയുന്നതിന് മുമ്പേ എന്താണ് ഫാബിയാനിസം അല്ലെങ്കിൽ എന്താണ് ഫാബിയൻ സോഷ്യലിസം എന്ന് നോക്കാം. 1884 ഫാബിയൻ സോഷ്യലിസം സ്ഥാപിതമാകുന്നത്. ഫാബിയൻ സോഷ്യലിസം അല്ലെങ്കിൽ ഫാബിയാനിസം എന്ന് പറയുന്നത് ഒരു വിപ്ലവകരമായ അട്ടിമറി റെവല്യൂഷണറി ഓവർത്രോയ്ക്ക് പകരം ഒരു ഗ്രാജുവൽ അല്ലെങ്കിൽ ക്രമേണയായുള്ള കൺവേർഷൻ ടു സോഷ്യലിസം ത്രൂ ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്ക് എന്നതാണ്. സൊസൈറ്റിയുടെ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വേണ്ടി യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, പീരിയോഡിക് എലക്ഷൻ, ഇനാക്ട് ലോ ബൈ റെപ്രസെൻറ്റേറ്റീവ്സ് തുടങ്ങിയ പാർലമെൻ്ററി പ്രോസസ്സുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ബ്രിട്ടീഷ് ലേബർ പാർട്ടി, ജോർജ് ബെർണാഡ് ഷാ, ബിയാട്രിസ് വെബ്, സിഡ്നി വെബ്, ആനി ബെസന്റ് ഇവരൊക്കെയായിരുന്നു ഫാബിയാനിസത്തിൻ്റെ പ്രൊപ്പോണൻസ്. സോ ഇവിടെ ഓപ്ഷൻസ് നോക്കിയാൽ ആൻസർ ഈസ് എ, ആനി ബെസന്റ്. ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ഫാബിയാനിസം, സോഷ്യലിസം എന്നിവയിലൊക്കെ ഇൻസ്പയർഡ് ആയിരുന്നു. മെഹലനോബിസ് മോഡൽ, റേഷനിങ് ആൻഡ് കൺട്രോൾ ഓഫ് പബ്ലിക് ചോയ്സ് ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വേസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഫാബിയൻ തോട്ട്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് ദ മെത്തഡോളജി ഓഫ് മോഡറേറ്റ് ലീഡർഷിപ്പ് ഓഫ് കോൺഗ്രസ്. നമുക്ക് കുറച്ച് കഥ പറയാം. നമുക്കറിയാം 1885 ഡിസംബർ 28 റിട്ടയർഡ് ബ്രിട്ടീഷ് സിവിൽ സർവൻ്റായ അലൻ ഒക്ടീവിയൻ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രൂപം കൊടുത്തത്. അദ്ദേഹം മാത്രമായിരുന്നില്ല, ദാദാഭായ് നവറോജി, ദിൻഷാ ബച്ച എന്നിവരും ഫൗണ്ടിങ് മെമ്പേഴ്സായിരുന്നു. 1885 മുതൽ 1905 വരെയുള്ള ടൈം പീരീഡാണ് മോഡറേറ്റ് ഫേസ് എന്നറിയപ്പെട്ടത്. ഫസ്റ്റ് സെഷൻ നടന്നത് ബോംബെയിലായിരുന്നു. അണ്ടർ ദ പ്രസിഡൻസി ഓഫ് ഉമേഷ് ചന്ദ്ര ബാനർജി 72 ഡെലിഗേറ്റുകൾ അതിൽ പങ്കെടുത്തിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫോർമേഷൻ്റെ ഒരു മെയിൻ ഇൻറ്റൻഷൻ എന്നത് ഫോർ ഡിസ്കസിങ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ പീപ്പിൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റിലിജിയൻ ഓർ ലാംഗ്വേജ്. 1857 മ്യൂട്ടിനിക്ക് ശേഷം ഇന്ത്യക്കാരെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ് അതോറിറ്റി ഇതുപോലുള്ള ഓർഗനൈസേഷൻസിനെ ജനങ്ങളിലേക്കുള്ള ഗേറ്റ് വേ ആയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെഷൻ നടത്താനുള്ള അനുവാദം അന്നത്തെ വൈസ്രോയ് ആയിരുന്ന ലോർഡ് ഡഫറിൻ്റെ കയ്യിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചു. മോഡറേറ്റ്സ് ആരൊക്കെയാണെന്ന് നോക്കിയാൽ ദാദാഭായ് നവറോജി, ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഉമേഷ് ചന്ദ്ര ബാനർജി, സുബ്രഹ്മണ്യ അയ്യർ, നേരത്തെ പറഞ്ഞു ഫൗണ്ടർ ഓഫ് ഹിന്ദു ന്യൂസ് പേപ്പർ, അതുപോലെ കോ ഫൗണ്ടർ ഓഫ് മദ്രാസ് മഹാജൻ സഭ, ദെൻ ഗോപാലകൃഷ്ണ ഗോഖലെ, ദ പൊളിറ്റിക്കൽ ഗുരു ഓഫ് ഗാന്ധിജി ആൻഡ് ഫൗണ്ടർ ഓഫ് സർവീസ് ഇന്ത്യൻ സൊസൈറ്റി, സുരേന്ദ്രനാഥ ബാനർജി, ഓൾസോ കോൾഡ് ദ രാഷ്ട്രഗുരു ആൻഡ് ഫൗണ്ടർ ഓഫ് ദ ന്യൂസ് പേപ്പർ ബംഗാളി, ദെൻ രാഷ് ബിഹാരി ഘോഷ്, ആർ സി ദത്ത, എം ജി റാനഡെ, ഫിറോസ് ഷാ മേത്ത, പി ആർ നായിഡു, മദൻ മോഹൻ മാളവ്യ, പി അനന്ത് ചാർലു ഇവരൊക്കെ അവർ ഫോറിൻ റൂളേഴ്സിൽ നിന്നും ഒരു കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഡിമാൻഡ് ചെയ്തിരുന്നില്ല.
ബ്രിട്ടീഷിൻ്റെ ഇന്ത്യയിലെ എക്കണോമിക് ഡ്രെയിൻ അവസാനിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ദേ ഹാഡ് കംപ്ലീറ്റ് ഫെയ്ത്ത് ഇൻ ബ്രിട്ടീഷ് ജസ്റ്റിസ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ബ്രിട്ടീഷ് റൂൾ അവസാനിപ്പിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നില്ല. സോ ഓപ്ഷൻ എ തെറ്റാണ്. തെറ്റ് ഏതാണെന്നാണ് ചോദ്യവും. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു എമംഗ് ബിലോ ഗേവ് ദ എക്കണോമിക് ക്രിട്ടിക് ഓഫ് ബ്രിട്ടീഷ് ഇമ്പീരിയലിസം? ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു നിർത്തിയിരുന്നു. ഇവിടെ ഓപ്ഷൻസ് നോക്കിയാൽ ഇവരെല്ലാവരും മോഡറേറ്റ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആൻഡ് ദേ എക്സ്പോസ്ഡ് മെനി ഡ്രെയിനി എക്കണോമിക് പോളിസീസ് ഓഫ് ബ്രിട്ടീഷ്. സോ എല്ലാവരും തന്നെ ശരിയാണ്. ആൻസർ ഈസ് ഓൾ ദി എബോവ്, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ബനാറസ് രാജാവായ രാജ ശിവപ്രസാദും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപകനായ സർ സയ്യിദ് അഹമ്മദ് ഖാനും സ്ഥാപിച്ച ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ് ദ യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. ഹിന്ദുസിനും മുസ്ലിംസിനും ഇതിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നീട് 1893 അദ്ദേഹം, അതായത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ, ഇംഗ്ലീഷുകാർക്കും മുസ്ലിംസിനും മാത്രമായി മുഹമ്മദിയൻ ആംഗ്ലോ ഓറിയൻ്റൽ ഡിഫൻസ് അസോസിയേഷൻ കൊണ്ടുവന്നു. സോ ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ ബി, യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. അടുത്ത ക്വസ്റ്റ്യനിൽ ഇൻകറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നാണ് ചോദ്യം. സ്വദേശി മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ. ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം ശരിയാണ്. സോ ആൻസർ ഈസ് ഡി, നൺ ഓഫ് ദി എബോവ്. അടുത്ത ക്വസ്റ്റ്യനിൽ വിച്ച് എമംഗ് ദ ഫോളോയിങ് വാസ് നോട്ട് എ പ്രൊപ്പഗാൻഡ ത്രൂ ന്യൂസ് പേപ്പേഴ്സ്? ഇവിടെ ഹിതവാദി, സഞ്ജീവനി, ബംഗാളി ഒക്കെ ന്യൂസ് പേപ്പേഴ്സാണ്. ഇവിടെ ഷംലി ന്യൂസ് പേപ്പർ അല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്മിറ്റി ആൻഡ് ആക്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് സെഡിഷൻ ആക്ട്? നമുക്ക് ഓരോ കമ്മിറ്റിയും നോക്കാം. ഫസ്റ്റ്, മുദ്ദിമൻ കമ്മിറ്റി. 1924 മുദ്ദിമൻ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് എ റീഫോംസ് എൻക്വയറിംഗ് കമ്മിറ്റി അണ്ടർ സർ അലക്സാണ്ടർ മുദ്ദിമൻ. ഇതിൽ 4 ഇന്ത്യൻ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു മുഹമ്മദ് അലി ജിന്ന. സോ ബി അല്ല. ദെൻ ബട്ട്ലർ കമ്മിറ്റി 1927 ബട്ട്ലർ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാരാമൗണ്ട് പവർ ആൻസേഴ്സ് ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, റൗലത്ത് കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഖിലാഫത്ത് കോൺഫറൻസ് ഹെൽഡ് ചെയ്തത് ഡൽഹിയിലായിരുന്നു. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, 1 and 3. അടുത്ത ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാം വേൾഡ് വാറിന് ശേഷം നമുക്ക് ഓട്ടോണമി വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഡിസ്സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. അതുപോലെ റൗലത്ത് ആക്ട്, അതുമൂലം ഉണ്ടായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അതുപോലെ ഖിലാഫത്ത് മൂവ്മെൻറ്റ്, ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു കാരണം. ഇവിടെ അച്ചീവ്ഡ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺ നോക്കിയാൽ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഇന്ത്യൻ ഒബ്റ്റെയിൻ സം പൊളിറ്റിക്കൽ റൈറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. When was the non-cooperation movement got momentum under the leadership of Mahatma Gandhi and Indian National Congress? Answer is A, 1920-22. Gandhiji travelled across the nation in 1921-22 to explain about the movement. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ പവേഴ്സ് കൺഫേർഡ് ടു ദ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അണ്ടർ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861. 1861 മുതൽ 1947 വരെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അറിയപ്പെട്ടിരുന്നത് ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നാണ്. അതിനു മുമ്പ് അത് ഗവർണർ ജനറൽസ് കൗൺസിൽ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഫുൾഫിൽ ദ ആസ്പിറേഷൻ ഓഫ് ഇന്ത്യൻസ് ടു ബിക്കം എ പാർട്ട് ഓഫ് ലോ മേക്കിംഗ് പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ ലെജിസ്ലേറ്റീവ് പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് കൗൺസിലിലെ അംഗങ്ങളുടെ എണ്ണം കൂട്ടി. ദാറ്റ് ഇസ് മിനിമം 6 ആൻഡ് മാക്സിമം 12. ഇവിടെ വൈസ്രോയ്ക്ക് ഹാസ് ദ പവർ ടു നോമിനേറ്റ്. അതിൽ ഇറ്റ് ഈസ് ഓൺലി ഫോർ നെയിം സിക്ക്, പേരിന് വേണ്ടി മാത്രമായിരുന്നു. അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓൺലി ലെജിസ്ലേറ്റീവ് പവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ കുഡ് ഡിസ്കസ് ബഡ്ജറ്റ്. ഇത് കൗൺസിൽസ് ആക്ട് ഓഫ് 1861 അല്ല, കൗൺസിൽസ് ആക്ട് ഓഫ് 1892 ആണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഇസ് ബി, 2 and 3. സോ ആൻസർ ഇസ് ബി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു വൈസ്രോയ് ഹാസ് ദ പവർ ടു നോമിനേറ്റ് മിനിമം 6 members ടു മാക്സിമം 12 members. ഇതിൽ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട്, അവരുടെ കാലാവധി 2 വർഷമാണെന്ന് പറഞ്ഞു. അതിൽ ഇന്ത്യക്കാരും ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരു കാലഘട്ടത്തിലെ വൈസ്രോയ് ലോർഡ് കാനിങ് ആയിരുന്നു. അദ്ദേഹം 1862 3 ഇന്ത്യക്കാരെ നോമിനേറ്റ് ചെയ്തിരുന്നു. അവരാണ് 1 രാജ ഓഫ് ബനാറസ്, 2 മഹാരാജ ഓഫ് പാട്ടിയാല, 3 സർ ദിനകർ റാവു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് റെഫറൻസ് ടു ദ ഫാക്ടേഴ്സ് ഫെസിലിറ്റേറ്റിംഗ്
the readmission of extremists to the Congress, consider the following statement. ഇവിടെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. 10 വർഷത്തെ സ്പ്ലിറ്റിന് ശേഷം 1916 ലക്നൗ സെഷനിലാണ് റീയൂണിയൻ നടന്നത്. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 31ാമത്തെ സെഷനായിരുന്നു. അംബിക ചരൺ മജുംദാർ ആയിരുന്നു പ്രസിഡന്റ്. ഈ ഒരു സെഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 2 പാർട്ട് മാത്രമായിരുന്നില്ല ജോയിൻ ചെയ്തത്. പകരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് മുസ്ലിം ലീഗും കൂടെ ജോയിൻ ചെയ്തിരുന്നു. ജിന്നയായിരുന്നു ഇതിൻ്റെ ഒരു റീസൺ, ഇതിൻ്റെ ഒരു കാരണം. അതുകൊണ്ട് തന്നെ ലക്നൗ പാക്റ്റിൻ്റെ ഒരു ചീഫ് ആർക്കിടെക്റ്റായി മുഹമ്മദ് അലി ജിന്നയെ കണക്കാക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ജോയിനിങ്ങിനെടുത്ത അദ്ദേഹത്തിൻ്റെ എഫേർട്ട് കാരണം സരോജിനി നായിഡു അവാർഡഡ് ഹിം വിത്ത് ദ ടൈറ്റിൽ ഓഫ് അംബാസഡർ ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി. ആൻഡ് ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം ശരിയാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി 1 and 3. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. When Gandhiji returned to India from South Africa, he was not in favor of home rule agitation because of the following reason. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. സോ ആൻസർ ഈസ് ബി 3 only. Consider the following statement about Swadesh Bandhav Samiti. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സ്വദേശ് ബന്ധവ് സമിതി സെറ്റപ്പ് ബൈ അശ്വിനി കുമാർ ദത്ത്, അത് ശരിയാണ്. ആൻഡ് ഇറ്റ് വാസ് എ വോളണ്ടിയർ ഓർഗനൈസേഷൻ. ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് വാസ് ആക്റ്റീവ് ഡ്യൂറിങ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, അത് തെറ്റാണ്. ഇറ്റ് വാസ് ആക്റ്റീവ് ഡ്യൂറിങ് സ്വദേശി മൂവ്മെൻ്റ് ആണ്. സോ ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോയി. ആൻസർ ഈസ് 1 and 2 only, ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യനിലോ ആൻസേഴ്സിലോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. സോ അടുത്ത ടെസ്റ്റ് തിങ്കളാഴ്ചയാണ്. എല്ലാവരും അറ്റൻഡ് ചെയ്യുക. താങ്ക് യു.